നല്ല സുഹൃത്തുക്കളും കുടുംബക്കാരെയും ഒക്കെ നമ്മളെപ്പോഴും കൂട്ടിയ പ്രശ്നം എന്താ ഉം. അവര് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ അത് തുറന്ന് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ നമ്മളിങ്ങനെ ആൾക്കാർ പറയും, ഒരിക്കലും നമ്മളെ കുടുംബക്കാരെ അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ അനിയന്മാരെ ഏട്ടന്മാരെ കുടുംബത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മളെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കരുത്. അത് കുടുംബ പ്രശ്നത്തിന് കാരണമാവും, അല്ലെങ്കിൽ അത് കുടുംബം തെറ്റുന്ന അവസ്ഥ കുറെ ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും, എന്ത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആദ്യം പറഞ്ഞു നോക്കിയിട്ടൊക്കെ ചെയ്യാം. അപ്പം അന്ന് നിങ്ങൾ കുടുംബക്കാർ ഇത്രയും ആൾക്കാർ കുടുംബക്കാരാണ് ബിസിനസ് ചെയ്തതെന്ന് പറഞ്ഞു ഒരുമിച്ച്, അതിന്റെ ഒരു ഇന്നത്തെ കാലം അന്നത്തെ കാലം ഡിഫറൻസ് എന്താ? നീ മിന്നു പറഞ്ഞില്ലേ ആ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നീ പറഞ്ഞത് കറക്റ്റാ. ഇപ്പൊ എല്ലാരും പറയുന്നത് നമുക്ക് ഒന്ന് കുടുംബക്കാരെ സുഹൃത്തുക്കള് നല്ല സുഹൃത്തുക്കളും കുടുംബക്കാരെയും ഒക്കെ നമ്മളെപ്പോഴും കൂട്ടിയ പ്രശ്നം എന്താ അവര് എന്തെങ്കിലും ചെയ്താല് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാല് അത് തുറന്ന് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ പറഞ്ഞാൽ അവിടെ തെറ്റും, അവര് പേഴ്സണലായിട്ട് എടുക്കും അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല കുടുംബവും നല്ല ഫ്രണ്ട്സ് ആയിട്ടും കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ മുന്നോട്ട് സാക്രിഫൈസ് ചെയ്യുന്ന 2% to 5% ഉണ്ടാവും. അതെ അതെ, വളരെ കുറവാ, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം. എന്തിന് ബ്രദേഴ്സ് ഒന്നായിട്ടുള്ള സ്ഥാപനമല്ലേ, അത് എവിടം വരെ പോകുന്നറിയോ? ബ്രദേഴ്സിന് അവര് കല്യാണം കഴിച്ച് ആ മക്കള് മേജറാകുന്നൊരു സമയല്ലേ, അവിടം വരെ ഇവരെ ഈ ആൾക്കാരെ മക്കള് അല്ല, അതായത് തുടങ്ങിയ ആൾക്കാർ മക്കൾ മേജറാകുന്ന ഒരു സമയല്ലേ, ആ സമയം വരെ നല്ല നിലയിൽ പോകും. അതായി കഴിഞ്ഞാൽ മക്കളാവും തന്നെ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ആയി.